നമ്മുടെ ലോ ബഡ്ജറ്റിൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു സ്കൂട്ടറാണ്. ക്വാളിറ്റി വണ്ടി 2016 മോഡലാണ് വിഗോ. ഇത് 2023 സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇതൊരു 5600 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 2016 മോഡൽ ക്ലാസിക് അലോയ്സ് വരുന്ന മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. ഡിസ്കവറാണ്. ഇത് വന്നിട്ട് 2016 മോഡലാണ് വണ്ടി. ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് 350X ആണ്. ഇത് 2017 വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് 350 ആണ്. ഇതും നമുക്കൊരു 96 രൂപയ്ക്ക് കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് മാക് എന്ന് പറയുന്ന ബൈക്ക് ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവരുടെ ഷോപ്പ് ഇത് പുതിയതാണ്. ഇതിന് തൊട്ട് മുമ്പായിട്ട് മേവറ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഇട്ടിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ഷോപ്പിൻ്റെ വണ്ടികൾ എന്ന രീതിയിൽ തന്നെ നമുക്കിത് കാണിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ് കിടക്കുന്നതെല്ലാം. 22,000 രൂപ തൊട്ടും 18,000 രൂപ തൊട്ടും ഒക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അയക്ക നമസ്കാരം. നമസ്കാരം. നമ്മളെ പുതിയ ഷോപ്പാണ്. ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ ഫസ്റ്റ് ഇവിടെ ഇപ്പം നമുക്ക് രണ്ടാമത്തെ മാസം ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പുതിയൊരു ബിൽഡിങ്ങിലൂടെ നമ്മൾ ഇപ്പം മാറിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളോടി ബിൽഡിംഗ് ആണ്. സൗകര്യങ്ങളോടുള്ള ബിൽഡിംഗ് ആവുന്നതുകൊണ്ട് തന്നെ പൈസ കൂടുതൽ ചോദിക്കുന്നു? ഇല്ലല്ല, അങ്ങനെ തീർച്ചയായിട്ടില്ല. കാരണം കസ്റ്റമർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പം പുതിയ ഇതിൽ തന്നെ ഒരുപാട് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് കസ്റ്റമർക്ക് ഇരിക്കാനുള്ള പ്രത്യേക സൗകര്യം കാര്യങ്ങളെല്ലാം മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫിനാൻസിൻ്റെ ആണെങ്കിൽ ബാങ്കുകാരന് ഓൾറെഡി ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ലൈവായിട്ട് വണ്ടി ഇപ്പൊ എടുക്കാണ് ഫിനാൻസ് ചെയ്ത് എടുക്കാൻ ഏകദേശം സമയം എത്ര? അന്ന് തന്നെ കൊടുക്കണം. ഏത് വർഷം തൊട്ടുള്ള വണ്ടിക്കായിരിക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നത്? 2016 തൊട്ട് ബാങ്കുകാർ കൊടുക്കും. വാറണ്ടി അങ്ങനെയുള്ള സെറ്റപ്പ് വല്ലതും ഉണ്ടോ? ഓൾറെഡി നമുക്ക് എല്ലാ വണ്ടികളും ഷോറൂമിൽ സർവീസ് കഴിഞ്ഞ് ചെക്ക് കഴിഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പുതിയ എഞ്ചിൻ ഓയിലായാലും എല്ലാം മാറി, കേബിൾ സെറ്റുകളൊക്കെ മാറി വളരെ ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയോടെയാണ് വണ്ടി കൊടുക്കുന്നത്. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ആദ്യത്തെ കുറച്ച് കാലത്തേക്ക് എഞ്ചിൻ ഓയിലൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നും. ഏത് വണ്ടിയായാലും ഒരു വണ്ടിയല്ല. അതായത് ഒരു 18,000 രൂപയുടെ ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടിക്ക് കാരണം അവരൊരു വാഹനം വാങ്ങിക്കുമ്പോൾ പിന്നെ അതുകൊണ്ട് പണിയുന്നൊരവസ്ഥ വരരുത്. അത് ഈ മാക്കിന് അന്നേ ഉള്ളൊരു നിർബന്ധ ബുദ്ധിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമറും ഈ പറഞ്ഞ പോലെ വണ്ടി വാങ്ങിയിട്ട് പോയി സർവീസിന് ഒരു അവസ്ഥ വരരുത്. ഓൾറെഡി നമുക്ക് ഷോപ്പുകളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, മെക്കാനിക്കലുണ്ട്. അതുപോലെ ഷോറൂമിൽ കൊടുക്കേണ്ട കേസുകൾ വന്നാൽ അത് അവർ തന്നെ കൊടുത്ത് പരിഹരിച്ച് കസ്റ്റമർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഷോപ്പ് ഇപ്പോൾ എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കി. ഇപ്പം നമുക്ക് ഉമയന്നൂരിലാണ്. പ്രോപ്പർ ഉമയന്നൂർ ജംഗ്ഷനാണിത്. ഇത് ഹൈറാ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് വരും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉമയന്നൂർ ജംഗ്ഷനാണ്. പ്രോപ്പർ ഉമയന്നൂരിലാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്തവണ ഒരു 18,000 രൂപയുള്ള വണ്ടികളാണെന്ന് പറയുന്നത്. ഈ 18,000 രൂപയുടെ വണ്ടിക്കൊക്കെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ പണ്ടത്ത് ഒരുപാട് മോഡൽസ് പറഞ്ഞ് നമ്മൾ എടുക്കുന്നില്ല. ഓൾറെഡി നമുക്ക് 2016 തൊട്ടുള്ള മോഡലാണ് വരുന്നത്. 16 തൊട്ട്. പിന്നെ അത്യാവശ്യമുള്ള ബൈക്കുകളെല്ലാം നമുക്കുണ്ട്. മോഡൽ ബുള്ളറ്റ്സും എല്ലാം ഉണ്ട്. ബുള്ളറ്റ് ഉണ്ട്. അതിനൊക്കെ തന്നെ ചെറുപ്പക്കാരെ പറ്റിയ വണ്ടികളെല്ലാം. ഓക്കെ, അപ്പോൾ റീസണബിൾ ആയ പ്രൈസിന് വണ്ടികൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളെ വീഡിയോ ആരംഭിക്കുക. ഓൾറെഡി കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഡിലേ നമ്മൾ പറയുന്നില്ല. കാരണം വരിക, അവരെ പ്രൂഫ് ചെക്ക് ചെയ്യുക. ഓൾറെഡി ബാങ്കുകാർ ഇവിടെ സെറ്റിംഗ് ആണ്. അവരെ പ്രൂഫ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതായിരിക്കും കസ്റ്റമർ. ഇത് 2022 മോഡൽ വരുന്ന ഒരു വണ്ടിയാണ്. എക്സ്പെൽസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ടയറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ അത്യാവശ്യം ടയർ കുറവുള്ളതെല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ടയർ മാറ്റേണ്ട കേസ് വന്നാൽ പുതിയ ടയർ ഇട്ട് കൊടുക്കും. ഇത് 2022 മോഡലാണ്. ഇത് നമുക്ക് 1/17 കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് കിലോമീറ്റർ 30 ഓടിയിട്ടുണ്ട്. 30 ഓടിയിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ അവിടെ നല്ല ക്വാളിറ്റിയാണ്. വണ്ടി ക്വാളിറ്റിയാണ്. ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ പ്രത്യേകിച്ച് കസ്റ്റമർ എടുത്തുകൊണ്ട് പോയി ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് MD ആണ്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? അത് ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഇതും ഫസ്റ്റാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 2 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. 2021 മോഡൽ MD ആണ്. അത് ഏകദേശം നമുക്കൊരു 1/18 കസ്റ്റമർ കൊടുക്കാൻ സാധിക്കും. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറും കിടക്കുന്നുണ്ട്. ഈ മോഡൽ ബൈക്കിനൊക്കെ 1 ലക്ഷം രൂപ വരെ ഫിനാൻസ് ലഭ്യമാണ്. ഇറക്കാൻ പറ്റും. 1 ലക്ഷം രൂപ അത്യാവശ്യം 18 രൂപ 20 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ
പ്രീമിയം ബൈക്കുകളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ ഇറക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള R15 ആണ്. മോഡൽ 2021 ഇതിൻ്റെ പ്രൈസ് നമുക്ക് 1,23 കസ്റ്റമർ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇത് ഫസ്റ്റാണ്. കിലോമീറ്ററൊക്കെ ഇത് ഈ ബൈക്കിൻ്റെയൊക്കെ കിലോമീറ്റർ ജെനുവിനായിരിക്കുമോ? തീർച്ചയായിട്ടും. അത്യാവശ്യം ചിലതൊക്കെ ഈ മോഡൽ കൂടിയ വണ്ടികളൊക്കെ ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് ഓൾറെഡി. പിന്നെ ചിലതൊക്കെ മീറ്റർ മാറി വന്നേക്കാം. പക്ഷേ അത് കസ്റ്റമർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇത് 2020 മോഡൽ FC വേർഷൻ 3 ആണ്. ഇത് അത്യാവശ്യം നമുക്കൊരു 64,000 രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയാണ്. 2 ടയർസ് പുതിയതാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഈ പെയിൻറ്റിങ് വർക്ക്, പെയിൻറ്റ് ഫെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യും? അത് ക്ലിയർ ചെയ്യും. അത് അത്യാവശ്യം നമുക്ക് പോളിഷ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ കസ്റ്റമർ എടുക്കുന്ന ഡെലിവറി ഡേറ്റിന് അന്ന് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വണ്ടി വാഷ് ചെയ്യുക, പോളിഷ് ചെയ്യുക. എൻജിൻ ഓയിൽ പുതിയതായിരിക്കും. കേബിൾ സെറ്റുകളൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതെല്ലാം പുതിയിട്ട് കൊടുക്കുന്നതായിരിക്കും. മാറി കൊടുക്കണം. ഇത് 2020 വരുന്ന മോഡലാണ് R15. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ടയർസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റാണ്. ഇതിൻ്റെ വില നമുക്ക് 1,23 കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടിടത്ത് പാർട്ടി ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, ഡൗട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള 220 ആണ്. മോഡൽ 2019 ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഇതിൻ്റെ വില ഏകദേശം നമുക്കൊരു 78 രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാൻ സാധിക്കും. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് അത്യാവശ്യം 46 ഓടിയിട്ടുണ്ട്. 46. ഇതിലാണ് പാസിൻ്റെ വില. നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും. ഇത് പൾസർ 200 NS ആണ്. ഇത് വന്നിട്ട് കുറച്ചേ ഓടിയിട്ടുള്ളൂ. 2 പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഒരു 95 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റാണ്? ലാസ്റ്റ് എമൗണ്ട് നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു ആക്സിഡൻറ്റ് കേസ് ഇൻഷുറൻസ്. ഇത് മൈലേജ് എന്തോ ആണ്? ഇതൊരു 40-45 മേളിൽ എന്തായാലും കിട്ടും. സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് 350. ഇത് 2017 മോഡലാണ്. ഇത് വന്നിട്ട് നമുക്ക് 98 രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് എമൗണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ രണ്ടും പുതിയതാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. എൻജിൻ സൈഡൊക്കെ പക്കയല്ലേ? എല്ലാം പക്കാണ്. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 2017 വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് 350 ആണ്. ഇതും നമുക്കൊരു 96 രൂപയ്ക്ക് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2 പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഈ ടയേഴ്സ് എല്ലാം ഇവിടെ മാറിയതാണോ? ടയർ ഇല്ല, നമ്മൾ അവിടെ നിന്ന് തന്നെ എടുക്കുമ്പോൾ തന്നെ നല്ല ടയറായിരുന്നു. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ്. പക്ക വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. അല്ല, കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആയിരിക്കുമോ? ജെന്യൂനാണ്. 43,000 കിലോമീറ്റർ ഓടിക്കും. ഇത് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് 350X ആണ്. ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. 2 പുത്തൻ ടയറാണ്. വണ്ടി വന്നിട്ട് നമുക്കൊരു 1,5 കൊടുക്കാം. എൻജിൻ സൈഡൊക്കെ പക്കാണ്, ക്വാളിറ്റി വണ്ടിയാണ്. ഈ 1,5 എന്നുള്ള ലാസ്റ്റാണ്? 1,5 ലാസ്റ്റാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ബാർഗനിങ് ഇല്ല? ഇത് വന്നിട്ടൊരു ബാർഗനിങ് ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വീഡിയോയിൽ മാക്സിമം കുറച്ച് പറയുകയാണോ? എൻജിൻ സൈഡൊക്കെ പക്കയാണ്? എൻജിൻ സൈഡൊക്കെ പക്കാണ്. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 15 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 15 രൂപ? 15 രൂപ. 3 വർഷമാണല്ലോ? 3 വർഷത്തേക്ക് 15 രൂപ. ഇത് മൈലേജ് എന്താണ്? മൈലേജ് എങ്ങനെ പോയാലും 35 മേളിലെങ്കിലും 40 മേളിലെങ്കിലും കിട്ടും. ഡീസലാണ്? പെട്രോൾ വണ്ടി. ഇത് 2020 മോഡല് അപ്പാച്ചി RTR ആണ്. ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് വന്നിട്ട് നമുക്കൊരു 85 രൂപയ്ക്ക് കൊടുക്കാം. ടയർ മാറി കൊടുക്കാം. പുതിയ ടയർ ഇട്ട് കൊടുക്കും. എന്താ ഓടിയിട്ടുണ്ട്? 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പക്ക വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 86 രൂപ. 86. ഇത് നമ്മൾ ലോ ബഡ്ജറ്റിൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു സ്കൂട്ടറാണ്. ക്വാളിറ്റി വണ്ടി 2016 മോഡലാണ്. വീഗോ. ഇത് ഒരു കസ്റ്റമർ പുറത്ത് പോയതിനെ കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. നല്ല വണ്ടിയാണ്. 2 ടയർ മാറി കൊടുക്കും. ബാക്കിലെ ടയർ, ഫ്രണ്ട് ടയർ പുതിയ ടയറാണ്. ഇത് വന്നിട്ട് നമുക്കൊരു 39 രൂപയ്ക്ക് കൊടുക്കും. 39 മീറ്റർ വർക്കിംഗ് അല്ല.
അപ്പോൾ കിലോമീറ്റർ പറയാൻ പറ്റുന്നതന്നെ. മീറ്റർ വർക്കിംഗ് അല്ല, വണ്ടി ക്വാളിറ്റി പക്ക വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏകദേശം ഒരു 10 രൂപ കൊണ്ട് ഇറങ്ങാൻ പറ്റും. 10 രൂപ നമ്മൾ വണ്ടി ഇറങ്ങാൻ പറ്റും. 2019 മോഡൽ ഹോണ്ട ഡിയോ ആണ്. ഇതൊരു നമുക്ക് 49 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ക്വാളിറ്റി വണ്ടിയാണ്. 44,000 കിലോമീറ്റർ ഓടും. ഈ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ള നിങ്ങൾ വർക്ക് ചെയ്യുമോ? സ്ക്രാച്ച് ഒക്കെ ഉള്ളതിനെ കൊണ്ടാണ് ആ ഒരു റേഞ്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ കൊടുക്കുമായിരിക്കും. ഈ കണ്ടീഷനിൽ കൊടുക്കും. പക്ക വണ്ടിയാണ്, 2 ടയർ പുത്തൻ ടയറാണ്, വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല, സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ്. 2021 മോഡൽ റേസ്ഡ് ആറാണ് ഇത്. വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്, ക്വാളിറ്റി വണ്ടിയാണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ബാക്ക് ടയർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ച് ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ റേഞ്ചിന് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സ്ക്രാച്ച് വർക്ക് ചെയ്യില്ല, ഈ കണ്ടീഷനിലായിരിക്കും കൊടുക്കുക. ഈ കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഇതേ ക്വാളിറ്റി ഈ വണ്ടി തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടി ഇരിപ്പുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ ഇല്ലല്ലോ. എത്ര ചോദിക്കുന്നത്? അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 83 ആ റേഞ്ചിന്, 75 ആ റേഞ്ചിനൊക്കെ വരും. ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ. നമ്മൾ 2017 ഡിയോ ആണ്, ഹോണ്ട ഡിയോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2 ടയർ പുത്തനാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. ഈ ഇച്ചിരി ഇതുണ്ടല്ലേ, പോളിഷ് ഒക്കെ ചെയ്യാം. നമ്മൾ വാശിയായിട്ടില്ല, നമ്മൾ ഈ റോഡ് സൈഡ് അതിനെക്കൊണ്ട് വാഷ് ചെയ്ത് പോളിഷ് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ വണ്ടി കസ്റ്റമറിന് കൊടുക്കുമ്പോൾ എന്തായാലും പോളിഷ് ചെയ്ത് വാഷ് ചെയ്ത് വണ്ടി ഇറക്കത്തുള്ളൂ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതാകുമ്പോൾ 44 രൂപ. 44 രൂപ. ഇത് TVS എൻഡോർക്ക് 125 ആണ്. ഇത് വന്നിട്ട് 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ പുതിയ ടയറാണ്. പുതിയ 2 പുതിയ ടയറാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസാണ്. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്, പക്ക വണ്ടിയാണ്. വണ്ടി കാണാൻ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് 2023 സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇത് 5,800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വണ്ടി പക്കാണ്. ടയറൊക്കെ ഷോറൂം ടയറാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് നമുക്കൊരു 75 രൂപയ്ക്ക് കൊടുക്കാം. 75. ഇത് 2023 സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇതൊരു 5,600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. 2 ടയർ ഷോറൂം ടയറാണ്. ഷോറൂമിൽ നിന്ന് കൊടുക്കുന്നത്. ഈ 2 വണ്ടിയും ഒട്ടും ഓടിയിട്ടില്ലല്ലേ? ഒട്ടും ഓടിയിട്ടില്ല. അതാണ് വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. വണ്ടി ഷോറൂം ക്വാളിറ്റിയാണ് വണ്ടി കിടക്കുന്നത്. നമുക്കൊരു 73 രൂപയ്ക്ക് കൊടുക്കാം. ഇതാകുമ്പോൾ ഹോണ്ട 2021 മോഡൽ ഡിയോ ആണ്. ഇത് 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 ടയറും പുത്ത ടയറാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് നമുക്കൊരു 45 രൂപ കൊടുക്കും. സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 2016 മോഡൽ ക്ലാസിക് അലോയ്സ് വരുന്ന മോഡലാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. ബാക്ക് ടയർ പുത്തനിട്ട് കൊടുക്കും. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇത് വന്നിട്ട് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബാക്ക് ടയർ ഒരു 1.5 ആണെങ്കിൽ വണ്ടി ഇറക്കാം. 1.5 ഇറക്കാൻ പറ്റും. ഐ മീൻ ലോൺ ആണെങ്കിൽ 15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 15 രൂപ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി അലോയ് വീലും കൂടി ആയപ്പോൾ കാണാൻ വേറെ മോഡിഫൈ പക്ക ലുക്കിലാണ് വണ്ടി. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ അലോയ് വീലല്ലേ ഇത്? ചെയ്തതാണ്. ഇത് 2014-15 200 NS ആണ്. ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. DS3 മോഡലാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 ടയർ പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് നമുക്കൊരു 55 രൂപയ്ക്ക് ഇറങ്ങാം. 55,000 കിലോമീറ്റർ. 55,000 ഇറങ്ങാം. മൈലേജ് ഒക്കെ ഒരു 50 കിട്ടും. 40 വെള്ളം എന്തായാലും കിട്ടും. നല്ല പവറുള്ള വണ്ടിയാണ്. BS3 മോഡലാണ് വണ്ടി. ഇത് ഹീറോ പാഷൻ പ്രോ ആണ്. ഇത് വന്നിട്ട് 2017 മോഡലാണ്. 2017 മോഡലാണ്. ഇത് വന്നിട്ട് നമുക്കൊരു 39,000 രൂപയ്ക്ക് കൊടുക്കാം. കിലോമീറ്റർ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ടയറാണ് ബാക്ക് ടയറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തേ കൊടുക്കത്തുള്ളൂ. പുത്തൻ ടയറിട്ട് കൊടുക്കത്തുള്ളൂ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 39,000 രൂപ. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാം. ഫിനാൻസിൻ്റെ ഇടയ്ക്കാണ്. ഇത് ഹീറോ ഗ്ലാമറാണ്. 2020 മോഡൽ വണ്ടിയാണ്. 2 പുത്തൻ
പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഇത് വന്ന് 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എഞ്ചിൻ സൈഡ് എഞ്ചിൻ സൈഡൊക്കെ പക്ക സൈഡാണ്. ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്കൊരു 48 രൂപ ഈ വണ്ടി. 48,000. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ്. ഇത് പൾസർ 125 ആണ്. ഇത് വന്നിട്ട് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2020 മോഡലാണ്. വണ്ടി പുത്തൻ ടയറാണ് കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് വന്ന് നമുക്ക് ഒരു 58 രൂപയ്ക്ക് ഇറങ്ങാം. 58 രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം. നല്ല ടയേഴ്സ് അല്ലേ? പുത്തൻ ടയറാണ് കിടക്കുന്നത്. 125 ആണ്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡിസ്കവറാണ്. ഇത് വന്നിട്ട് 2016 മോഡലാണ് വണ്ടി. ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്കൊരു 18,500 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് ഫസ്റ്റ് ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ബാക്ക് ടയർ പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ട് ടയർ ഒരു 65% കിടപ്പുണ്ട്. ഇതിന് ലോൺ ഉണ്ടോ? ലോണില്ല. നമ്മൾ ലോ ബഡ്ജറ്റ് വണ്ടിയല്ലേ. ലോണില്ല. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 18,500 ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കാം. ബാക്ക് ടയർ പുതിയ ടയറാണ് വണ്ടി. എൻ്റെ കണ്ടീഷൻ വണ്ടി. ബോഡിയിലുള്ള സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. എഞ്ചിൻ സൈഡൊക്കെ പക്ക. ഈ ടാങ്കിന്റെ ഇത് ഒരു ചളുക്ക് മാത്രമേ ഉള്ളൂ. മാറുമോ അത്? അല്ല, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ലോ ബഡ്ജറ്റ് തന്നെ. ചെറിയ സ്ക്രാച്ചും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എഡ്ജ് സൈഡ് പക്കമാണ് വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 18,500 രൂപ. 18 ആദ്യം എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഒരു 18,500 കൂടിയായി. അപ്പോൾ ആ 18,500 തൊട്ട് നോക്കുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രഷർക്ക് എടുക്കാവുന്ന വണ്ടികളാണ്. ഈ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇമാതിരി സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അതായത് ആ ഒരു മോഡലിൽ തന്നെ കൊടുക്കും എന്ന് പറയുന്ന ടൈപ്പ് വണ്ടികളുണ്ട്. ഏറ്റവും ലോ പ്രൈസ് 22 രൂപ, 18 രൂപ അങ്ങനെയൊക്കെയുള്ള. അല്ലാതുള്ള വണ്ടികളെല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വണ്ടികളാണ്. എന്നിരുന്നാൽ പോലും നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നല്ലപോലെ നോക്കിയൊക്കെ വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.